ചരിത്രത്തിലാദ്യമായാണ് ഒരു രാജ്യത്ത് നിന്ന് 6 ടീമുകൾ ചാമ്പ്യൻസ് ലീഗിലെത്തുന്നത്. ലീഗ് ഘട്ടം പൂർത്തിയായപ്പോൾ അവസാന 16ലേക്ക് നേരിട്ട് യോഗ്യത നേടിയ 8 ടീമിൽ 5ഉം പ്രീമിയർ ലീഗിൽ നിന്ന് തന്നെ. പ്രീമിയർ ലീഗിന്റെ തേരോട്ടത്തിനാണ് ചാമ്പ്യൻസ് ലീഗ് സാക്ഷ്യം വഹിച്ചത്. ഇംഗ്ലീഷ് ഫുട്ബോളിന്റെ സൗന്ദര്യം യൂറോപ്പിന്റെ മൈതാനങ്ങൾക്ക് തീപിടിപ്പിച്ചപ്പോൾ ഒരു മത്സരം പോലും കൈവിടാതെ ആഴ്സണൽ ഒന്നാമതെത്തി. ബെയണിന് തൊട്ടുപിറകിൽ ലിവർപൂളും ടോട്ടനവും 3ഉം 4ഉം സ്ഥാനം സ്വന്തമാക്കി. ചെൽസി 6-മതും സിറ്റി 8-മതും എത്തിയതോടെ ആദ്യ 8-ൽ നിന്ന് പുറത്തായത് ന്യൂകാസിൽ മാത്രം. പ്രീമിയർ ലീഗിൽ നിന്ന് നേരിട്ട് യോഗ്യത നേടിയ 5 ടീമുകൾക്ക് പുറമെ യൂറോപ്പ ലീഗ് സ്വന്തമാക്കിയ ടോട്ടനവും ചാമ്പ്യൻസ് ലീഗിനെത്തുകയായിരുന്നു. യൂറോപ്യൻ കിരീടം 15 തവണയാണ് ഇംഗ്ലണ്ടിലെത്തിയത്. 2023 മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കിയ ശേഷം ചാമ്പ്യൻസ് ലീഗ് ഇംഗ്ലണ്ടിന്റെ മണ്ണിൽ എത്തിയിട്ടില്ല. എന്നാൽ ഇക്കുറി പ്രീമിയർ ലീഗ് ടീമുകളുടെ വരവ് കിരീടം കൊണ്ട് മടങ്ങാൻ വേണ്ടിയാണ്. ലീഗ് ഘട്ടം പൂർത്തിയാകുമ്പോൾ റയൽ മാഡ്രിഡ് ആദ്യ 8-ൽ ഇടം നേടിയില്ല. ഹൊസെ മൊറിഞ്ഞോയുടെ ബെൻഫിക്കയോട് 2-നെതിരെ 4 ഗോളുകൾക്ക് തോൽവി വഴങ്ങിയതാണ് റയലിന് തിരിച്ചടിയായത്. റയലിന് പുറമെ നിലവിലെ ജേതാക്കളായ PSG-ക്കും 2ാം സ്ഥാനക്കാരായ ഇന്റർ മിലാനും നേരിട്ട് യോഗ്യതയില്ല. അവസാന 16-ലെത്താൻ ടീമുകൾക്ക് ക്വാളിഫൈ മത്സരം കളിക്കണം. റയൽ PSG അടക്കമുള്ളവരുടെ ക്വാളിഫയറിലെ എതിരാളികളെ ഇന്നറിയാം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.